ഐറാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഉഴുന്ന് വെച്ചിട്ട് ഗോളി വെച്ച് തയ്യാറാക്കിയാൽ അതിനാവശ്യമായ ഉഴുന്ന് കുതിർത്തി വെച്ചത് 3 മണിക്കൂറോളം ഇത് കഴുകി വൃത്തിയാക്കി നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത ഉഴുന്ന് ഇതിലേക്ക് 3 ഗ്ലാസ് മൈദ മാവ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പകരം ഗോതമ്പ് മാവിലും ചെയ്തെടുക്കാം. ഇന്ന് ഞാൻ ചെയ്തെടുക്കുന്നത് മൈദ മാവിലാണ്. അരിഞ്ഞു വെച്ച കറിവേപ്പില, ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ ഉള്ളി അരിഞ്ഞതും പച്ചമുളക്, ഇഞ്ചി അങ്ങനത്തെ എല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനൊന്നും ചേർക്കുന്നില്ല. ഇത് സാധാരണ കറിവേപ്പില മാത്രം ചേർത്ത് കൊടുത്ത് 5 മണിക്കൂർ ഇത് പൊങ്ങാൻ വെക്കണം. ഇതുപോലെ ഒരു അടപ്പ് വെച്ച് നമുക്ക് 5 മണിക്കൂർ വെച്ച് കൊടുക്കാം. 5 മണിക്കൂർ ആയതിനു ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഉരുളകളാക്കി നമുക്കിത് വറുത്തെടുക്കാം. ഇതുപോലെ ഓരോന്നോരോന്നിട്ട് കൊടുക്കാം. ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ ബ്രൗൺ കളറായതിനു ശേഷം നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ഒരു ചട്നിയുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.